BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിഥി തൊഴിലാളികൾ എന്ന വ്യാജേന 10,000-ഓളം ബംഗ്ലാദേശികൾ വ്യാജരേഖകളുമായി കഴിയുന്നതായാണ് റിപ്പോർട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് 10 ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയതോടെയാണ് ഈ വൻ മാഫിയയുടെ പ്രവർത്തനങ്ങൾ വെളിച്ചത്തെത്തുന്നത്. ഇവരുടെ കൈവശം കേരളത്തിലെ മേൽവിലാസത്തിലുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് എന്നിവയ്ക്ക് പുറമെ റേഷൻ കാർഡ് വരെ ഉണ്ടായിരുന്നു. വെറും 700 രൂപ നൽകിയാൽ കേരളത്തിലെ വിലാസത്തിൽ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഇവർക്ക് ലഭിക്കുന്നു എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാവുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി വഴി പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ എത്തുന്നതാണ് ഇവരുടെ ആദ്യ രീതി. അവിടെ നിന്ന് പ്രാഥമികമായ വ്യാജരേഖകൾ സംഘടിപ്പിച്ച ശേഷം ഇവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിയുന്നു. ഇന്ത്യയിൽ വലിയൊരു വിഭാഗം സ്ഥിരമായി തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കേരളത്തിലേക്കാണ് എത്തുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ എന്ന ലേബലിൽ എത്തുന്ന ഇവർ പിന്നീട് ഇവിടെയുള്ള പ്രാദേശിക വിലാസങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ വ്യാജരേഖ നിർമ്മാണത്തിന് പിന്നിൽ ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വൻ മാഫിയ സംഘമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. 700 രൂപ മാത്രം ഈടാക്കി ഇവർ നൽകുന്ന രേഖകൾ കണ്ടാൽ വ്യാജമാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. കൊട്ടാരക്കരയിൽ പിടിയിലായവർ വർഷങ്ങളായി കേരളത്തിൽ താമസിക്കുന്നവരാണ്. ഇവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച ബംഗ്ലാദേശ് പാസ്പോർട്ടിന്റെ പകർപ്പുകളിൽ നിന്നാണ് ഇവർ ബംഗ്ലാദേശികളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയവർ പിന്നീട് തങ്ങളുടെ ബന്ധുക്കളെ ഓരോരുത്തരുമായി ഇങ്ങോട്ട് എത്തിക്കുന്ന രീതിയും നിലവിലുണ്ട്. 13 വർഷം മുൻപ് പശ്ചിമ ബംഗാൾ വഴി കേരളത്തിലെത്തിയ മുഗൾ ഖാത്തൂർ എന്ന ബംഗ്ലാദേശി വനിത മാംദാസ് എന്ന പേരിൽ എല്ലാവിധ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകളും സ്വന്തമാക്കിയിരുന്നു. പിന്നീട് ഇവർ തൻ്റെ ബന്ധുക്കളെയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു. പിടിയിലാവുന്ന 2 മാസങ്ങൾക്ക് മുൻപ് ഇവർ ബംഗ്ലാദേശ് പാസ്പോർട്ട് ഉപയോഗിച്ച 2 കുട്ടികളുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതായും വിവരമുണ്ട്. ഈ സാഹചര്യം അതീവ ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് കേന്ദ്ര ഇന്റലിജൻസ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോ ഇത്തരത്തിൽ വ്യാജരേഖ ഉപയോഗിച്ച് കേരളത്തിൽ തങ്ങുന്നുണ്ടോ എന്നും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള യഥാർത്ഥ തൊഴിലാളികളും ബംഗ്ലാദേശികളും തമ്മിലുള്ള ഭാഷാപരമായ ദേശീയ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും പലരും ഭയം മൂലം ഇത്തരം വിവരങ്ങൾ പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. അന്വേഷണം ഊർജിതമാക്കിയതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ ബംഗ്ലാദേശികൾ മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പല സംസ്ഥാനങ്ങളിലും അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് അനുഭവപ്പെടുന്നു തുടങ്ങിയിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ നാട്ടിൽ പോയവർ തിരികെ വരാത്തത് മാത്രമല്ല, അന്വേഷണ ഏജൻസികളെ നീക്കവും ഇതിന് കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം അതിഥി തൊഴിലാളികളുടെ രേഖകൾ പരിശോധിക്കാനും ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റുകാരെ കണ്ടെത്താനുമാണ് അധികൃതരുടെ തീരുമാനം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.